സോ പോക്കോയുടെ X6 Neo എന്ന പുതിയൊരു ഫോൺ കൂടി പോക്കോ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്യേണ്ടായി. ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്ത ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതാണ് ആ ഒരു പ്രൈസിലെ ഏറ്റവും വേർത്തായുള്ള ബെസ്റ്റായുള്ള സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അപ്പം ഓവറോളായിട്ട് എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും ബിൽഡ് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ കാണാൻ നല്ലൊരു പ്രീമിയം ലുക്കായിട്ടുള്ള ഫോണാണ്. കാരണം അതിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് കണ്ടാൽ തിരിയും. 3 കളർ വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ബ്ലാക്ക്, ബ്ലൂ, ഓറഞ്ച്. അതിൽ ഓറഞ്ചാണ് മെയിനായിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ. ആ ഓറഞ്ച് തന്നെ നമുക്ക് ഒരുപാട് ഷെയ്ഡ്സൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്ത iQOO Z6 കണ്ട ആ ഒരു ഷെയ്ഡിനെ പോലത്തെ മറ്റൊരു ഷെയ്ഡാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചും കൂടി വില കൂടിയ ഫോണാണ്, പക്ഷേ ഇത് കുറച്ചും കൂടി വില കുറഞ്ഞ ഫോണാണ്. എന്നാലും ഇതിൽ അത്രയ്ക്കും നല്ലൊരു പ്രീമിയം ആയിട്ടുള്ളൊരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീമിയം എന്നല്ല, അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 175 ഗ്രാമാണ് വെയിറ്റ് ആയിട്ട് വരുന്നത്. 7.7 mm ആണ് തിക്നെസ് ആയിട്ട് വരുന്നത്. പോക്കോ ഇറക്കിയതിൽ വെച്ച് ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു പോക്കോയുടെ X6 Neo എന്ന ഫോൺ എന്നാണ് പോക്കോ അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ്, അല്ലാതെ പിന്നെ വേറെ ഫോണായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. പോക്കോയുടെ ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ അത്യാവശ്യം സ്ലിമ്മസ്റ്റ് ഫോൺ തന്നെയാണ് ഈ ഒരു പോക്കോയുടെ X6 Neo എന്ന് പറയുന്ന ഫോൺ. സോ ഡിസൈനിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിൽ ഇഷ്യൂസും ഇല്ല. ബാക്കിലൊരു ഡുവൽ ക്യാമറ സെറ്റപ്പും ഒരു ഫ്ലാഷും കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഫ്ലാറ്റ് ആയിട്ടുള്ള എഡ്ജസ് ആണ്, കാണാൻ നല്ലൊരു ബോക്സി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഗ്ലാസ് പോലെ തോന്നും, പക്ഷേ പ്ലാസ്റ്റിക് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു കാണാൻ ഒരു പ്രീമിയം ലുക്ക് വരുന്നൊരു ഫോൺ തന്നെയാണ് ഈ ഒരു പോക്കോയുടെ ഫോൺ എന്ന് പറയുന്നത്. പിന്നീട് IP54 റേറ്റിംഗ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഈ ഒരു ഫോണിന് വരുന്നത്. പിന്നീട് 3.5 mm ഓഡിയോ ജാക്കൊക്കെ തന്നെ ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ ബേസ് പറയുകയാണെങ്കിൽ അപാരം തന്നെയാണ്. യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും നമുക്ക് ഡിസൈനിനെ പറ്റി പറയാനില്ല. പ്ലാസ്റ്റിക് ബാക്കാണ്, അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള. ബട്ട് നമ്മളിതിന് മുൻപേ പോക്കോ ഫോണിൽ കണ്ട ഡിസൈൻ തന്നെയാണ് ഇത്. പുതിയ ഡിസൈൻ അല്ല, എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബെസ്റ്റായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഓരോരാളുടെ ഒരു ഇതായിരിക്കുമല്ലോ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. ദെൻ ഡിസ്പ്ലേ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz ഹൈ റിഫ്രഷ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു റേഞ്ചിൽ, അതായത് 20,000 രൂപ റേഞ്ചിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു സെയിം ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഫോണിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 1000 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും നമുക്ക് ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബെസൽസ് ഭയങ്കര തിന്നായിട്ടുള്ള ബെസൽസാണ്, ഭയങ്കര ചെറുതാണ്. നിങ്ങൾക്കിത് ഒരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റ് ഫോണുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിലൊക്കെ കാണുന്ന അത്രക്കും ചെറിയ ബെസൽസ് മാത്രമേ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പം അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഫ്രണ്ടിൽ നിന്ന് ഒരാൾ ഈ ഒരു ഫോൺ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഈ ഒരു 15,000 രൂപ റേഞ്ച് ഫോണാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം അത്രക്കും തിന്നായിട്ടുള്ള ബെസൽസാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. സോ ഡിസൈൻ വൈസ് ഫോൺ അപാരമാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ ഫ്രണ്ട് സൈഡും സീനാണ്, യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും പറയാനില്ല. സോ നല്ല ഡിസ്പ്ലേ സെറ്റപ്പും ഈ ഒരു ഫോണിൽ പോക്കോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് 190 Hz PWM ഡിമ്മിങ്ങും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് രാത്രിയൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കും ബ്രൈറ്റ്നസ് നമുക്ക് നല്ലോണം കുറച്ച് നമുക്ക് റീൽസും പല വീഡിയോസും കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം തന്നെയാണ്. സോ ഡിസ്പ്ലേ സെക്ഷൻ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും പറയാനില്ല. ബെസ്റ്റായിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ദെൻ ക്യാമറ 108 MP ഒരു പ്രൈമറി ക്യാമറയാണ് റിയറിൽ വരുന്നത്. 2 MP ഒരു മാക്രോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 16 MP സെൽഫി ക്യാമറയും സെൻട്രൽ അലൈനായിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് വീഡിയോ റെക്കോർഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 4K 13 FPS ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്ക് 180p 13 FPS മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അത് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെയാണ്. സോ അത്യാവശ്യം പോക്കോയുടെ ഫോൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നത്. കോട്ടിലെ ഫോട്ടോസും അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെയില്ല. ബഡ്ജറ്റ് ഫോൺ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോണിൽ. ഇനി പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTek Dimensity 6080 എന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റേഞ്ചിൽ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് പെർഫോമൻസ് ചെയ്യുന്ന പ്രോസസ്സർ തന്നെയാണ്. എന്നാലോ ഭയങ്കര അപാരമായിട്ടുള്ള ഗെയിമിംഗ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം നോർമലായിട്ടുള്ളൊരു ഗെയിമിംഗ് അല്ലെങ്കിൽ ഒരു ഡേ ടു ഡേ യൂസിന് നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര പെർഫോമൻസിൽ എന്നാലും ഈ ഒരു റേഞ്ചിൽ തരക്കേടില്ലാത്ത മോശമില്ലാത്ത നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
പിന്നീട് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത് ആൻഡ്രോയിഡ് 13 ആണ്, MIUI 14 ആണ് യൂസ് ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. സോ ഇപ്പോൾ ഉള്ള എല്ലാ ഫോണിലും ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിന് 13 ആണ് വരുന്നത്. പിന്നീട് 2 വർഷത്തെ മേജറായിട്ടുള്ള അപ്ഡേറ്റും അതുപോലെ തന്നെ 3 വർഷത്തെ ആയിട്ട് സെക്യൂരിറ്റി അപ്ഡേറ്റും പോക്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് LPDDR4X ആണ് റാം ടൈപ്പായിട്ട് വരുന്നത്. UFSൻ്റെ 2.2 ആണ് സ്റ്റോറേജ് ടൈപ്പും വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസും വേരിയൻറ്റും പറയുകയാണെങ്കിൽ 8GB 128GB വേരിയൻ്റാണ് ബേസ് മോഡലായിട്ട് വരുന്നത്. ഈ ഒരു വേരിയൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 15,999 ആണ്. പിന്നീട് ഹയർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 12GB 256GB വേരിയൻ്റാണ്. ഈ ഒരു വേരിയൻ്റെ പ്രൈസ് 17,999 ആണ് വരുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് 1000 രൂപയുടെ ബാങ്ക് ഓഫർ കൂടി വരുന്നുണ്ട്. ആ ഒരു ഓഫർ കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസ് മോഡൽ 14,999 കിട്ടുന്നതായിരിക്കും, ഹയർ വേരിയൻറ്റ് 16,999 കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു 15,000 രൂപ റേഞ്ചിൽ തന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഡിസൈൻ ആൻഡ് ബിൽഡ് കുഴപ്പമില്ല, പക്ഷേ ഡിസൈൻ കിട്ടുന്നതായിട്ട് ഡിസൈനാണ്, യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല പറയാൻ വേണ്ടിയിട്ട്. നല്ല പ്രീമിയം ലുക്കായിട്ടുള്ള ഫോൺ തന്നെയാണ്. ദെൻ ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 10,000-20,000 രൂപ റേഞ്ചിൽ കണ്ടുവരുന്ന ആ ഒരു ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു 15,000 രൂപ റേഞ്ചിലെ ഫോണിൽ കൊടുത്തുള്ളത്. സോ ഡിസ്പ്ലേയിലും യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും പറയാനില്ല. അത്യാവശ്യം അതിൻ്റെ ബെസൽസൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ പറയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പ്രീമിയം ഫോൺ തന്നെയാണ് ഫ്രണ്ട് സൈഡ് നോക്കുന്ന സമയത്ത്. ദെൻ നല്ല ക്യാമറ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്യാമറ വരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബാറ്ററി 5000 mAh ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. സോ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 15,000 രൂപ റേഞ്ചിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ തന്നെയാണ് പോക്കോയുടെ X6 Neo എന്ന് പറയുന്ന ഫോൺ. പോക്കോയുടെ എല്ലാ ഫോണും അത്യാവശ്യം കൊടുക്കുന്ന പ്രൈസ് അത്യാവശ്യം നല്ല വേർത്തായിട്ടുള്ള ഫോൺസ് മാത്രമേ പോക്കോ ലോഞ്ച് ചെയ്യാറുള്ളൂ. ഈ ഒരു ഫോണും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ബാക്കി അപ്ഡേറ്റിൻ്റെ ഇഷ്യൂസ്, സോഫ്റ്റ്വെയർ ഇഷ്യൂസൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊക്കെ ഒഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക്കേഷൻ വൈസ് ഫോൺ ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫോർ ഫൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.